Good morning. Every area of the immigration system, work, family and study, will be tightened up so we have more control. പഠനം, ജോലി, കുടുംബം തുടങ്ങിയ ഇമിഗ്രേഷൻ സിസ്റ്റം മുഴുവൻ നന്നായി നിയന്ത്രിക്കാൻ പോവുകയാണ്. സ്കിൽ റിക്വയർമെൻറ്റുകൾ ഡിഗ്രി തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. എല്ലാ മേഖലകളിലും ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കും. ഡിപ്പെൻഡൻ്റ് വിസക്കാണെങ്കിലും ഇംഗ്ലീഷ് വേണ്ടിവരും. UK-യിൽ സ്ഥിര പദവി കിട്ടാൻ 10 വർഷം കാത്തിരിക്കേണ്ടി വരും. എക്കാലത്തേക്കാളും കർശനമായി ഇതെല്ലാം നടപ്പാക്കുകയും ചെയ്യും. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണിത്. UK-യിലേക്കുള്ള കുടിയേറ്റം കുറക്കാൻ രാജ്യം പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. പഠനത്തിനും ജോലിക്കുമായി UK-യിലെത്തിയ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്ക് വെല്ലുവിളിയാണിത്. വിസ റൂൾസ് മാറുകയാണ്. അതൊന്നും നമുക്കനുകൂലമല്ല താനും. സെറ്റിൽമെൻറ്റ് കിട്ടാനുള്ള സമയം കൂടുന്നു. ജോലി സാധ്യതകൾ മങ്ങുന്നു. വലിയൊരു വിസ സാധ്യതയും അടയുന്നു. അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് പ്രധാന മാറ്റങ്ങൾ. UK-യുടെ ഇമിഗ്രേഷൻ സംവിധാനം മുഴുവൻ സമൂലമായ അഴിച്ചുപണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. 82 പേജുള്ള ധവളപത്രത്തിലാണ് പുതിയ പദ്ധതികൾ വിവരിച്ചിരിക്കുന്നത്. വിദേശ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും UK-യിൽ താമസിക്കാനും ജോലി ചെയ്യാനുമുള്ള നിയമങ്ങളാണ് കർശനമാക്കിയിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മാറ്റങ്ങളിലൊന്ന് ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാലാവധി കുറച്ചതാണ്. എന്താണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസ? UK-യിൽ ബിരുദമോ ഉന്നത പഠനമോ പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 2 വർഷത്തേക്ക് UK-യിൽ തന്നെ തങ്ങി ജോലി അന്വേഷിക്കാനോ ജോലി ചെയ്യാനോ അനുവദിക്കുന്ന വിസയാണിത്. ഇന്ത്യൻ ചൈനീസ് വിദ്യാർത്ഥികളാണ് ഈ വിസയുടെ പ്രധാന ഗുണഭോക്താക്കൾ. 2 വർഷം എന്നത് 18 മാസമാക്കി കുറച്ചു. കുറഞ്ഞ കാലാവധി ജോലി കണ്ടെത്താനുള്ള സമയവും കുറയ്ക്കും. ഇത് പ്രത്യേകിച്ച് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വെല്ലുവിളിയാകും. കാരണം UK-യിലെ വളരെയധികം കോമ്പറ്റീറ്റീവായ തൊഴിൽ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സമയം കുറയുന്നതോടുകൂടി വെല്ലുവിളികൾ വീണ്ടും കൂടും. മറ്റൊരു പ്രധാന മാറ്റം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം തെളിയിക്കാനുള്ള ടെസ്റ്റുകൾ കർശനമാക്കിയതാണ്. IELTS, TOEFL തുടങ്ങിയ ടെസ്റ്റുകൾ എല്ലായിടത്തേക്കും വരും. വിദ്യാർത്ഥികൾക്ക് ഈ ടെസ്റ്റുകളിലെല്ലാം ഉയർന്ന സ്കോറുകൾ കരസ്ഥമാക്കേണ്ടി വരും. ഉയർന്ന സ്കോറുകൾ കാണിക്കേണ്ടി വരും. ഇംഗ്ലീഷ് മീഡിയം പഠന പശ്ചാത്തലമില്ലാത്തവർക്കടക്കം പല ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഈ നിയമം അധിക സമ്മർദ്ദം സൃഷ്ടിക്കും. അതോടൊപ്പം തന്നെ സ്കിൽഡ് വർക്കർ വിസകൾക്കുള്ള ശമ്പള പരിധി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പൊതുവെ 38,700 യൂറോ, അതല്ലെങ്കിൽ ചില ജോലികൾക്കൊക്കെ 25,000 യൂറോ ഒക്കെയാണ് മിനിമം ശമ്പള പരിധി. ഇന്ത്യൻ രൂപ 23 ലക്ഷത്തിൽ കൂടുതൽ വരും. ഈ പരിധിയാണ് ഉയർത്തുന്നത്. അത്രയും ഉയർന്ന ശമ്പളത്തിലുള്ള ജോലികൾ കണ്ടെത്തേണ്ടി വരും. പുതുതായി ബിരുദം നേടി UK-യിൽ ജോലി കണ്ടെത്തുന്നത് കൂടുതൽ പ്രയാസകരമാകും എന്നർത്ഥം. UK-യിൽ സ്ഥിരതാമസത്തിനുള്ള യോഗ്യതാ കാലാവധി 10 വർഷമാക്കുകയാണ്. മുമ്പിത് 5 വർഷമായിരുന്നു. 5 വർഷം UK-യിൽ താമസിച്ചാൽ വിദ്യാർത്ഥികൾക്കോ തൊഴിലാളികൾക്കോ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാമായിരുന്നു. ഇപ്പോൾ ഈ കാലാവധി 10 വർഷമായി ഉയർത്തി. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കടക്കം UK-യിൽ ദീർഘകാലം താമസിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. സങ്കീർണമായ നടപടികളാകും സെറ്റിൽമെൻറ്റ് കിട്ടാൻ വേണ്ടി വരിക. ഇത് സാമ്പത്തികമായ മറ്റു നഷ്ടങ്ങളും ഉണ്ടാക്കും. അതോടൊപ്പം മാനസിക സമ്മർദ്ദവും വൈകാരികമായ അനിശ്ചിതത്വവും എല്ലാം കൂടും. ദീർഘകാലം വിസ ഇങ്ങനെ നവീകരിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. അതിന് വേറെയും ചിലവുകളുണ്ടാകും. ചുരുക്കത്തിൽ സമ്മർദ്ദം വർദ്ധിച്ച് ആളുകൾ UK വിടുന്ന പ്രവണത ആരംഭിക്കും. ഇതാണ് സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ആദ്യമേ ഉയർന്ന വിദ്യാഭ്യാസ ചെലവാണ് UK-യിലുള്ളത്. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടി വരുന്നതോടെ UK ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സ്വപ്ന ലക്ഷ്യമായി തുടരുമോ എന്നതാണ് ചോദ്യം. UK-യിൽ ഒരു മാസ്റ്റേഴ്സ് ബിരുദത്തിന് ശരാശരി 15,000 മുതൽ 30,000 വരെ യൂറോയാണ് ചെലവ് വരുന്നത്. ഇന്ത്യൻ 14 ലക്ഷം രൂപ. മാത്രമല്ല താമസവും മറ്റു ജീവിത ചെലവുകളും എല്ലാം ഉയർന്നതാണ്. 18 മാസത്തെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയും 10 വർഷത്തെ സെറ്റിൽമെൻറ്റ് കാലാവധിയും സഹിച്ചു നിന്നാൽ തന്നെ ഇത്രയും കാലം പഠിച്ചതിൻ്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറക്കുമെന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. UK-യിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി കണ്ടെത്തുക എന്നത് ഇപ്പോൾ തന്നെ വലിയ വെല്ലുവിളിയാണ്. 18 മാസത്തിനുള്ളിൽ ജോലി കണ്ടെത്തിയില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലേക്ക് തിരികെ മടങ്ങേണ്ടി വരും. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ കരിയർ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നാഷണൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ആൻഡ് അലുമിനി യൂണിയൻ പുതിയ പരിഷ്കാരങ്ങളിൽ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് UK നിയമങ്ങൾ കൊണ്ടുവരുന്നത്? പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന സർക്കാർ ഇമിഗ്രേഷൻ കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയന്ത്രണങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. 2024 മാത്രം UK-യിലേക്കുള്ള മൊത്തം കുടിയേറ്റം
7,85,000 ഇതിൽ ഇന്ത്യക്കാരാണ് ഏറ്റവും വലിയ വിഭാഗം. 2023-24 വർഷത്തിൽ മാത്രം ഏകദേശം 1,20,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രം UK-യിലേക്ക് വിസ നേടിയിട്ടുണ്ട് അത്രേ. ഈ ഉയർന്ന ഇമിഗ്രേഷൻ നിരക്ക് UK-യിൽ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് കർശനമായ നിയമങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. UK ഐലൻഡ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആവുകയാണെന്നാണ് സ്റ്റാർമർ പറഞ്ഞത്. അപരിചിതരെ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നതും ഈ കണക്കുകൾ സർക്കാരിനെ വെട്ടിലാക്കിയതുകൊണ്ടാണ്. അതുകൊണ്ട് UK-യിൽ പഠിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് പുതിയ നിയമങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ ശ്രമിക്കുന്നത് നന്നാകും.